നിങ്ങൾ എന്താണ് വിചാരിച്ചത്? കൂട്ടമായി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കും എന്നാണോ? ആ കണക്ക് കൂട്ടലുകളൊക്കെ മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. ഡൽഹി കലാപം തുടങ്ങിയത് നിങ്ങളാണ്. കലാപം അഴിച്ചുവിട്ട സംഘപരിവാർ പ്രവർത്തകർ, നേതാക്കന്മാർ, ഭരണാധികാരികൾ 3 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു കലാപം വേണ്ട എന്ന്. കാരണം തിരിച്ചടി കിട്ടാൻ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചടി കിട്ടാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ തന്നെ തെരുവിലിറങ്ങിയിട്ട് ആ കലാപത്തെ അവസാനിപ്പിച്ചു. കാരണം സംഘപരിവാറിനും തിരിച്ചടി ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആ പീസ് പൂട്ടി മുട്ടുകാല് വിറക്കാൻ തുടങ്ങി. പറഞ്ഞു വരുന്നത് ഡൽഹിയിലെ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ്. ഡോക്ടർ സഫറുൽ ഇസ്ലാം ഖാൻ. സഫറുൽ ഇസ്ലാം ഖാൻ എന്ന് പറയുന്നത് ഡൽഹി സർക്കാരിന്റെ ഏറ്റവും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ന്യൂനപക്ഷ ചെയർമാൻ, അതായത് ഒരു ജഡ്ജിയുടെ പവറുണ്ട് ന്യൂനപക്ഷ ചെയർമാന്. അത്രത്തോളം വലിയ ഒരു പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങൾക്ക് നേരെ അറബ് ലോകം പ്രതികരിച്ചപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഒരു ട്വീറ്റ് ചെയ്തു. അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് വെറും ഒരു ട്വീറ്റ്. ആ ട്വീറ്റിനെതിരെ ഡൽഹി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. ഒപ്പം മതവിദ്വേഷ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ് 153A എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ അറബ് ലോകം പറഞ്ഞ തീരുമാനം ശരിയെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം. അങ്ങനെ നോമ്പ് തുറ സമയത്ത് ഡൽഹി പോലീസ് ഡോക്ടർ സഫറുൽ ഇസ്ലാം ഖാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് കയറി. കൂട്ടമായി ഒരു കൂട്ടം പോലീസുകാർ വന്നു. അങ്ങനെ വന്ന് അകത്ത് കയറിയ സമയത്ത് അവരുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. പുറത്ത് പൊതുജനങ്ങൾ നിരനിരയായി പുറത്ത് വന്നു നിന്നു. അവർ പറഞ്ഞു സഫറുൽ ഇസ്ലാം ഖാനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. പോലീസുകാർ എന്തേ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് അവർ നിയമം പഠിപ്പിച്ചു കൊടുത്തു. CRPC 160 പ്രകാരം 60 വയസ്സുള്ള ഒരു മനുഷ്യനെ വീടിന് പുറത്തു കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. സഫറുൽ ഇസ്ലാം ഖാന് 72 വയസ്സുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ എങ്ങനെ നിങ്ങൾ പുറത്തു കൊണ്ടുപോകുമെന്ന് പൊതുജനങ്ങളും അവിടെ എത്തിയ വക്കീലന്മാരും ഒരേ സ്വരത്തിൽ ചോദിച്ചപ്പോൾ ഡൽഹി പോലീസ് മുട്ടുമടക്കിപ്പോയി. ഡൽഹി പോലീസ് ആകെ വിയർത്തുപോയി. നോമ്പ് തുറ സമയത്ത് വന്നപ്പോൾ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയ ഡൽഹി പോലീസിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിട്ട് നോമ്പ് തുറ മാറ്റി വെച്ചിട്ട് സഫറുൽ ഇസ്ലാം ഖാന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ തയ്യാറായി പൊതുജനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി വരാൻ തുടങ്ങിയിരിക്കുന്നു സർക്കാരെ. പൊതുജനങ്ങൾ വലിയ രീതിയിൽ കരുതലുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനി പഴയ പോലെ നിങ്ങളുടെ നാടകങ്ങൾ നടക്കുകയില്ല. എന്തായാലും ഡൽഹി പോലീസ് നാണം കെട്ടുകൊണ്ടാണ് സഫറുൽ ഇസ്ലാം ഖാന്റെ വീടിന് മുന്നിൽ നിന്നും പുറത്തേക്ക് പോയത്. ഇത് ആർജവമുള്ള ഒരു തുടക്കമാണ്. ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ നീതി നിഷേധവുമായി മുന്നോട്ട് വരുമ്പോൾ അതേ വാക്കുകളിൽ മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, മറിച്ച് രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരായതുകൊണ്ട് തന്നെ കൃത്യമായ ജനാധിപത്യ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും. അതിനുള്ള ഉദാഹരണമാണ് സഫറുൽ ഇസ്ലാം ഖാന്റെ വീടിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.